ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? മഴയും കാറ്റും ഉരുൾപൊട്ടലും ഒക്കെയാണ്. എന്തായാലും വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ കാര്യം ആണ് വലിയൊരു വാർത്തയായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ടി വിയിൽ അല്ലേ. കേരളത്തിൽ നടക്കുന്ന വലിയൊരു ദുരന്തം അല്ലേ, ദുരന്തമായിട്ടുണ്ട്. ഒരുപാട് വിഷമമുണ്ട്. വയനാട്ടിലുള്ള ആളുകളെ ഒത്തിട്ട് ഒരുപാട് ആളുകൾ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു വലിയ ദുരന്തത്തിലേക്ക് അത് പോയിരിക്കുന്നല്ലേ. എന്തായാലും അറിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയുക, ഷോക്ക് പോലെ ആയിട്ടുണ്ട്. എപ്പോഴും ന്യൂസിലൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അനാഥരായി, ഒരുപാട് കുട്ടികൾ അനാഥരായി. എന്തായാലും നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ജീവനോടെ ഇരിക്കുന്നവർക്കും ഹോസ്പിറ്റലിലായവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ. രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ ഇനി ഒരു ദുരന്തം അതുപോലെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുക. അവരുടെ രക്ഷാപ്രവർത്തനത്തിലും അതുപോലെ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കും. അപ്പൊ എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പൊ എൻ്റെ ഈ റീഡിങ്ങിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമോ? അല്ലെങ്കിൽ അത് ഡിലേ ആവാൻ കാരണം എന്താണ്? നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഡിലേ ആവാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ താമസിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അത് താമസിക്കുന്നത് എന്നാണ് ഞാനൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പേഴ്സണൽ ആയിട്ട് ടാരോട്ട് റീഡിംഗ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ടാരോട്ട് കോഡ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് കാർഡുകൾ നോക്കാം. ഷഫിൾ ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് വരുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നതെന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഡിലേ ആവാൻ കാരണം എന്താണ് എന്നൊക്കെയാണ് ഇവിടെ എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരുപാട് പേര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ശരിക്കും എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാത്തവരില്ല അല്ലെ. ഇപ്പം മാനിഫെസ്റ്റ് ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും അറിയാൻ വയ്യാത്തവരാണെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്ത കാര്യമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളുടെ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാർഡ് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. ഇവിടെ 2 കപ്പ് വന്നിട്ടുണ്ട്, 10 കപ്പ്, 8 കപ്പ്. വളരെ ഇമോഷണൽ സ്റ്റേജിലാണ് പലരും. ഇമോഷണലായിട്ട് വളരെ സങ്കടത്തിലൊക്കെ ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്നു, ഡിപ്രഷൻ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ഉള്ള വ്യക്തികളുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കാർഡുകൾ ഇരിക്കുന്നത്. ഞാനത് ആരെന്ന് നോക്കി പറയാം. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാത്തതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരെ കാണും. ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് കാണുന്നു നിങ്ങളുടെ ആരുടെയൊക്കെയോ. അപ്പൊ ആ ഒരു നഷ്ടം നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്തൊരു നഷ്ടമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റില്ല. ആ ഒരു രീതിയിലുള്ള നഷ്ടങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു നഷ്ടം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തികളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്താവാം, വീടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള എന്തൊക്കെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ നഷ്ടം പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും, പ്രാർത്ഥിക്കുകയൊക്കെ ഒരുപാട് നല്ലതായിട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഇല്ലായിരിക്കാം, ജോലി നിങ്ങൾക്ക് ലഭിക്കുമോ, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ്. നിങ്ങളുടെ സമ്പത്ത്, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അത് 100% സത്യമാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കാരണം നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് തീർച്ചയായിട്ടും മറ്റൊന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഏത് കാര്യം നിങ്ങൾ ആഗ്രഹിച്ചാൽ
അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമ്പിൾ ഒരു വ്യക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഏതെങ്കിലും നിങ്ങൾക്ക് ഡിവോഴ്സ് ആവുമോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ച ആളെ നിങ്ങൾ ഇട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ ആയിട്ടുള്ള വ്യക്തി മരിച്ചു പോവുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട് എന്ന് വെച്ചു. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ഒഴിവ് എത്തിയിട്ടുണ്ട്, ഒരു നഷ്ടം, ഒരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒറ്റപ്പെടലിൽ നിന്നൊരു മോചിതരാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെടലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു നഷ്ടം നികത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ആ നഷ്ടം നികത്താനുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരൊക്കെയാണോ നഷ്ടപ്പെടും, ഇപ്പം ഹസ്ബൻഡ് ആകാം, അല്ലെങ്കിൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ, അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പാർട്ട്ണർ ആണല്ലോ വേണ്ടത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഉറപ്പായിട്ടും വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളോ നിങ്ങളുടെ സഹോദരങ്ങളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, നമുക്ക് ഒരുപക്ഷെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ ഒരുപക്ഷെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിലും നമ്മൾക്ക് നിങ്ങളുടേതല്ലാത്ത കുട്ടികളായാലും നിങ്ങൾക്ക് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഏത് രീതിയിലായാലും നിങ്ങൾക്ക് നമ്മളുടെ ആ ഒരു നഷ്ടം ഏത് രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് നികത്താൻ പറ്റും. നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നികത്താൻ പറ്റും, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ അതിനുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും ദൈവം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം വരും. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടെന്ന് വെച്ചു. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു ജോലി വേണം, കുറച്ചും കൂടെ നല്ലൊരു ജോലി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, അപ്പൊ നിങ്ങളുടെ നിലവിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടായിരിക്കും. ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ചും കൂടെ നല്ല ജോലി നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സാമ്പത്തികം നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഉറപ്പായും നിങ്ങളുടെ ആ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു ജോലി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ജോലി നഷ്ടമാകേണ്ടതുണ്ട്, നിങ്ങളിന്ന് പോവേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ ജോലിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ട് ആ ജോലി നിങ്ങൾ വേണ്ടെന്ന് വെക്കും. അങ്ങനെ അതായത് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ അവിടെ ഒരു ഒഴിവുണ്ടാവണം. ആ കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒഴിവുണ്ടാവണം. ഒരു ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ അതാ നിങ്ങൾക്ക് അവിടെ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം എന്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് ആയിട്ട് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കണം എന്നുള്ളൊരു നിയോഗം ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാവാം. ഇപ്പൊ നിങ്ങൾ വളരെ ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരുപാട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ വളരെ കാർമിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചു, നിങ്ങൾ ആ ഒരു വ്യക്തി മൂലം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫ് വല്ലാതെ പെയിൻഫുൾ ആയി, നിങ്ങൾക്ക് കരയാനും നേരിടും. ആ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് സന്തോഷമെന്നുള്ളത് ലഭിക്കുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടാവുക, ഈ ഒരു ജീവിതത്തിൽ നിന്ന് എനിക്ക് മോചനമില്ല, എത്ര നാളായി ഞാനിത് സഹിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്കൊരു രക്ഷ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒന്നുകിൽ ഡിവോഴ്സ് നടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അത് നിങ്ങൾ മുൻകൈ എടുത്ത് അവിടെ നടന്നിരിക്കും. യൂണിവേഴ്സിനോട് നിങ്ങൾ ഈ ഒരു ലൈഫിൽ നിന്ന് എനിക്കൊരു മോചനം വേണം, അല്ലെങ്കിൽ അത്രത്തോളം സഹിച്ച് പ്രതി കെട്ടെന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് ആയിട്ട് അതിനുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. അത് നിങ്ങൾ ആഗ്രഹിച്ചെങ്കിലേ ഉള്ളൂ. നിങ്ങൾ അത് ശക്തമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഹെർമിറ്റ് എനർജി കാണിക്കുന്നുണ്ട് ചിലർക്കൊരു ഹെർമിറ്റ് നല്ല രീതിയിൽ കിങ് ഓഫ് കപ്പ് എനർജി, നല്ല രീതിയിൽ മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്ത ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ കാണിക്കുന്നുണ്ട്, ഡിവൈൻ പവർ ആയിട്ടുള്ള വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക്, ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ കൂടുതലും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് ദൈവത്തോടായിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിനോടായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരു ദൈവം ഉണ്ടാവും, ഒരു എന്താ പറയുക, നമ്മള് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ഉണ്ടാവും അല്ലെ. എല്ലാവരും യൂണിവേഴ്സിനോടായിരിക്കും, ഒരു ദൈവത്തോടായിരിക്കും. അപ്പോൾ എല്ലാം ദൈവത്തെ നമ്മളിപ്പോ ഒരുപക്ഷെ നമ്മുടെ
കൂടെയുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങളുടെ സങ്കടങ്ങളൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അവർ അംഗീകരിക്കുന്നില്ലായിരിക്കാം, മക്കളോട് പറയാൻ പറ്റില്ലായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റില്ലായിരിക്കാം. അപ്പൊ നിങ്ങളുടെ കണ്ണുനീരോടുകൂടി നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുന്ന ആരാണ്? ദൈവത്തിനോടാണ്, അല്ലെ? പ്രാർത്ഥനയിലാണ് നിങ്ങളത് ദൈവത്തോടാണ് പറയുന്നത്, അപ്പൊ യൂണിവേഴ്സിനോടാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു സങ്കടങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ അവിടെ ദൈവത്തോട് അല്ലെ യൂണിവേഴ്സിനോട് പറയുമ്പോൾ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് പോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സങ്കടം സഹിക്കുക വയ്യാതെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ യൂണിവേഴ്സ് അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ യൂണിവേഴ്സ് അത് വേണ്ട കാര്യങ്ങൾ അത് ചെയ്തു തരും. അതിന് വേണ്ടുന്ന വ്യക്തികളും സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരും. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ നല്ല ജോലിയോ അല്ല വിദേശ യാത്രയൊക്കെ നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് പല പല തടസ്സങ്ങൾ വരുന്നുണ്ട്. പല പല തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താന്ന് വെച്ചാൽ അത് നമ്മൾ ആഗ്രഹിക്കും തോറും ഇത് വരാതിരിക്കുമ്പോൾ, ഈ ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ വരാതിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് നെഗറ്റീവ് ആകും. ഇതിന് എത്ര നാളായി ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു, എത്ര നാളായി ഞാൻ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ഇത് എനിക്ക് ലഭിക്കില്ലേ, ഇതെന്താണ് ഇത്ര ഡിലേ ആവുന്നത് എന്ന് ഓർത്തിട്ട് നിങ്ങൾ ഇനി എനിക്കിത് കിട്ടില്ലായിരിക്കും എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് വരും. അപ്പൊ വീണ്ടും അത് ഡിലേ ആവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ഇതിനെ ഒരു ബാലൻസിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ യൂണിവേഴ്സിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്യണം. കുറച്ചു നാൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എഫേർട്ട്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അതിന് വേണ്ട എല്ലാ കാര്യവും നിങ്ങൾ ചെയ്തു. മെഡിറ്റേഷനും സ്വിച്ചുവേഡും പ്രാർത്ഥനയും എല്ലാം ചെയ്തിട്ടും ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല, നീണ്ടു പോവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസമുണ്ട്, ഇത് എന്റെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. പക്ഷെ എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് വരുമ്പം അല്ലെങ്കിൽ ഇത് നടക്കുക, ഈ ആഗ്രഹം സാധിക്കും, ഇത് എനിക്ക് ലഭിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ട്. പല എന്താ പറയുക യൂണിവേഴ്സ് ആയിട്ടല്ലേ ദൈവമായിട്ട് പല പല രീതിയിൽ നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഓരോ കാരണം കൊണ്ട് അത് ഡിലേ ആവുകയാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും നെഗറ്റീവ് ആവുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ലെറ്റ് ഗോ ചെയ്യുക, ആ ഒരു കാര്യത്തിനെ അങ്ങ് വിട്ടേക്കുക. അത് വരുമ്പം വരട്ടെ, ഇനി എനിക്കിനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഞാനത് യൂണിവേഴ്സിനെ സമർപ്പിക്കുന്നു അല്ലെ ദൈവത്തിനെ സമർപ്പിക്കുന്നു, അത് വരുമ്പം വരട്ടെ എന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം, വിട്ടുകൊടുക്കണം. അതിനെ വിട്ടുകളയുക അല്ലെ വിട്ടുകളഞ്ഞേക്കുക. അപ്പൊ അതിലൊരു കാര്യം, പിന്നെ അതിന്റെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. അത് നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോവാം. ആ ഒരു കാര്യം എനിക്ക് ഉള്ളതാണ്, അത് വരും, അല്ലെങ്കിൽ എനിക്കുള്ളതാണ്, അതെന്റെ അടുത്ത് എത്തിയിരിക്കും. ഇത്രയും ഒരു തീരുമാനം എടുത്ത് മനസ്സിലൊരു തീരുമാനം ഉറപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോകും. ഇനി എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ ഇപ്പോഴത്തെ ആ ഒരു സന്തോഷത്തിന് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ലൈഫ് സന്തോഷത്തിൽ മുന്നോട്ട് പോകാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ ഇനിയിപ്പോ ഒരു ജോലിക്കാണെങ്കിൽ ആ ജോലി ലഭിക്കും, അത് വരും എന്നുള്ള അതിനുവേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തത് വിട്ടുകളയാം. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് വരുമെന്ന് ഉറപ്പുണ്ട്, അതിന്റെ കാര്യത്തിൽ വരുമ്പം വരട്ടെ എന്നുള്ള രീതി വിട്ടുകളയാം. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ആ ഒരു ലൈഫ് നിങ്ങളുടെ സൗന്ദര്യത്തിലാവാം, നിങ്ങളുടെ ആരോഗ്യത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് പോവുക. അങ്ങനെ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് പോവുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങളെ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് തന്നെ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപക്ഷെ പോകും ആ ഒരു രീതിയിൽ. അങ്ങനെ പോകുമ്പോഴത്തേക്കിനും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയങ്ങളിലൊന്നും അത് വരില്ല, അപ്രതീക്ഷിതമായിട്ടായിരിക്കും വരിക. അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരും. അങ്ങനെയാണ് നിങ്ങൾക്കത് യൂണിവേഴ്സ് എത്തിച്ചു തരുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന എഫേർട്ട് മുഴുവൻ ചെയ്ത് നിങ്ങൾ വെച്ചേക്കുക. അപ്പം വരാത്തത് എന്താണെന്നോർത്ത് നിങ്ങൾ വെപ്രാളപ്പെട്ട് പോവേണ്ടതില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്ത് പുറകെ പോവേണ്ടതില്ല. അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും വരും എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്താൽ മാത്രം മതി.
ജോലി ആയാലും ഏത് കാര്യമായാലും. പിന്നെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ലഭിക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് അവിടെ ഒരു ഒഴിവുണ്ടായിരിക്കണം, ഒരു നഷ്ടം ഉണ്ടായിരിക്കണം. ഒന്ന് നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ മറ്റൊന്ന് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഒന്ന് അല്ലെങ്കിൽ അത് പറയാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം പഴയൊരു ബന്ധമുണ്ടെന്ന് വെച്ചു, പഴയൊരു ബന്ധമുണ്ട്, നിങ്ങളുടെ വീട്ടുകാര് നിങ്ങൾക്കായിട്ടൊരു മാരേജ് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പഴയ ബന്ധം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയിരിക്കുന്നതാന്ന് വെച്ചു, നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരാളെ കാത്തിരുന്നിട്ട് എന്ത് ചെയ്താൽ വരുന്നില്ല. അപ്പൊ അത് ശരിക്കും ചീറ്റ് ചെയ്ത, ഒരുപാട് നാൾ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ അത് ചീറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഇനി മറ്റൊരു മാരേജ് ലൈഫിലേക്ക് പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷെ നിങ്ങളിലേക്ക് നല്ല ഒരെണ്ണം വരില്ല. വരാത്ത എന്താണ്, നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു കാര്യം ഇരിക്കുകയാണ്. ഈ ഒരു വ്യക്തിയുടെ ചിന്തകളും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചൊരിക്കൂട്ടി വെച്ചുകൊണ്ടിരുന്നാൽ, ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഈ ഒരു വ്യക്തിനെയും കിട്ടത്തില്ല, മറ്റൊരു നല്ല ബന്ധവും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ നിങ്ങളുടെ ലൈഫിലെ ഈ പാസ്റ്റിനെ ഫുള്ളായിട്ട് നിങ്ങൾ കളയണം. നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കാര്യത്തിനെ പൂർണ്ണമായിട്ടും വിട്ട് കളയാം. അത് വേണ്ട, അത് എൻ്റെ ലൈഫിലെ കാർമിക്കാണ്, അത് എൻ്റെ ലൈഫിൽ നിന്ന് പോവട്ടെ. അപ്പൊ എനിക്ക് ഇനി എന്താണ് നിങ്ങൾക്ക് വരാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അപ്പോൾ നല്ലൊരു ഡിവൈൻ ലവ് അല്ലെങ്കിൽ ഒരു റിയൽ ലവ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം. അത് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റിസൾട്ട് ആവാത്തത്. അതായത് നിങ്ങൾ പഴയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളിങ്ങനെ ചിന്തിച്ച് നിങ്ങൾ നെഗറ്റീവായിട്ട് മനസ്സിലേക്ക് നെഗറ്റീവ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടുന്ന പോസിറ്റീവ് എനർജീനെ കൊണ്ടുവരണം. ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഇനിയുള്ള ആ ഫ്യൂച്ചറിൽ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത്, അതിനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത്. കഴിഞ്ഞ നിങ്ങളുടെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിടണം. അങ്ങനെ ഒരാൾ നിങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ മറ്റൊരു വ്യക്തിക്ക് അവിടേക്ക് വരാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് ഡിലേ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ കാർഡുകളിൽ കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക് പഴയ ആ ഒരു ഓർമ്മകൾ, നിങ്ങളുടെ പഴയ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തിയുടെ, നിങ്ങൾ എപ്പോഴും ആ ഒരു വ്യക്തിയെ കുറിച്ച് എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്കൊന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹവും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, അതിനുള്ള ധൈര്യം ഒന്നും നിങ്ങൾക്കില്ല. അപ്പൊ നിങ്ങളുടെ ലൈഫ് സന്തോഷമാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലൈഫ് സന്തോഷമായിട്ട് മുന്നോട്ടേക്ക് പോവേണ്ട. ഇനി എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, അല്ലെ എങ്ങനെയുള്ള വ്യക്തിയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉറപ്പായിട്ടും വരും. നല്ലൊരു മാരേജ് ലൈഫ് നിങ്ങൾക്കുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന നല്ലൊരു ഫാമിലി ലൈഫ് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു അടിപൊളി ഫാമിലി ലൈഫ് ഇവിടെ കാണുന്നുണ്ട്. സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മറ്റൊരു നല്ല റിലേഷൻഷിപ്പ് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, തീർച്ചയായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു മാരേജ് പ്രപ്പോസൽ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇനി സാമ്പത്തിക ഒരു ജോലിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഉടനെ തന്നെ അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റിസൾട്ട് ആവാതെ നിങ്ങൾ വിഷമിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങളിപ്പം ഞാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ നിന്ന് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കിട്ടാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. വിദേശ യാത്രയാണെങ്കിൽ നിങ്ങൾക്കത് ഉടനെ തന്നെ സാധ്യമാകാൻ പോകുന്നതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഏജൻസിയിൽ കൊടുത്തു പോകാനൊക്കെ എടുത്തു ചാടി ഓരോരും പോകാൻ അല്ലെങ്കിൽ പറ്റിക്കുന്ന ഏജൻസിയിലൊക്കെ കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ആണെങ്കിൽ അത് നല്ല നല്ല ഏജൻസി വളരെ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടൊക്കെ നിങ്ങൾ അതിലേക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് വിദേശയാത്ര വേണം, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കണം എന്ന് നിങ്ങളുടെ ഒരു സ്വപ്നമാണെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് അത് ആഗ്രഹിച്ചാൽ ഉറപ്പായിട്ടും ആ ഒരു ആഗ്രഹം യൂണിവേഴ്സ് സാധിച്ചു തരും. ഒരു വട്ടം എന്തെങ്കിലും അതിന് തടസ്സങ്ങളോ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് നിങ്ങൾ മനസ്സിനെ നെഗറ്റീവ് ആക്കേണ്ടതില്ല. വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ്. ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ആ ഒരു ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇവിടെ നിങ്ങൾ പല കാര്യത്തിലും
ഒരു സ്റ്റാർ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ തന്നെ സ്വന്തം കഴിവ് അല്ലെ, ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയി, അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾക്ക് സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളുണ്ടാവും. അപ്പൊ ഇനി എന്ത് വേണമെന്ന് അറിയാതെ വിഷമിക്കുന്നവരായിരിക്കാം ഒരു പക്ഷെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാത്തിൽ നിന്നും ഫ്രീ ആയി, എല്ലാം മറ്റുള്ളവരിൽ നിന്നൊക്കെ ഫ്രീ ആയി നിങ്ങളൊരു ഏകാന്ത ജീവിതം നയിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും പൂർത്തിയാക്കാൻ കഴിയാത്ത സ്വപ്നങ്ങൾ. ഒരുപക്ഷെ നിങ്ങളൊരു ലേഡി ആണെങ്കിൽ മാരേജ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. അപ്പം നിങ്ങളുടെ കാലങ്ങളിൽ നിങ്ങൾ നല്ലതായിട്ട് ഡാൻസ് ചെയ്യുന്ന ആളാവാം, നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആളാവാം. അപ്പൊ നിങ്ങളൊരു സിംഗർ ആവണമെന്നോ ഡാൻസർ ആവണമെന്നോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിത്രരചന ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ചിത്രകാരി ആവണമെന്നോ ചിത്രകാരനാവണമെന്നൊക്കെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഫിലിം സ്റ്റാർ ആവാനുള്ള ആഗ്രഹം. അപ്പൊ അങ്ങനത്തേക്ക് ആഗ്രഹം നിങ്ങളുടെ ജീവിത സാഹചര്യം കൊണ്ടും നിങ്ങൾ മാറ്റി വെക്കേണ്ടതായി വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ നല്ല രീതിയിൽ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന നല്ല ഒരു രീതിയിലുള്ള ആളുകളായിരുന്നെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരുപക്ഷെ സമ്മതിക്കാതെ നിങ്ങൾക്ക് അതെല്ലാം മൂടി വെക്കേണ്ടതായി വന്നിട്ടുണ്ടാവും. അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ഇപ്പൊ നിങ്ങളെ കുട്ടികളൊക്കെ പഠിച്ചു വലുതായി അവരുടേതായിട്ട് ലൈഫിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഒന്നുകിൽ ഹസ്ബൻഡ് മരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ആ ഒരു എല്ലാ ബാധ്യതകളും തീർത്തൊരു ലൈഫിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം ഒരുപക്ഷെ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കടമ നിർവഹിക്കേണ്ട കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഇപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ട് ഉണ്ടാവാം. ആ ഒരു സമയത്ത് നിങ്ങൾക്കിനി എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇനിയെങ്കിലും എന്റെ ഉള്ളിലെ എന്റെ സ്വപ്നത്തിനെയൊക്കെ പുറത്തെടുത്ത് ലോകത്തെ അറിയിച്ച്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്കൊരു സ്റ്റാർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കിപ്പോ 50, 55, 60, 70 ആയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രായമൊന്നും ആയിട്ടില്ല. അതൊന്നും ഒരു പ്രായമല്ല. അപ്പൊ നിങ്ങൾ ഇനി ശ്രമിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു, നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിലെ ആഗ്രഹങ്ങൾ എന്തായിരുന്നോ ആ ആഗ്രഹങ്ങളിലൂടെയൊക്കെ പോകാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടിരുന്ന നിങ്ങളുടെ ആ ഒരു പഴയ കാലത്തിലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പിന്നെയെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് തിരിയണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ നടക്കും എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതും പറഞ്ഞിരിക്കുന്നത്. അപ്പം പല പല ആഗ്രഹങ്ങൾ നിങ്ങളെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം കുഴിച്ചു മൂടിയിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്ക് നടക്കാതെ. ഒരു പക്ഷെ ചിലപ്പോൾ ഹസ്ബൻഡ് മരിച്ചവരാണെങ്കിൽ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കുട്ടികളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞൊരു ബാധ്യത എല്ലാം തീരുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഫോക്കസ് ചെയ്ത് പോവാം. നിങ്ങളുടെ ആ ഒരു രീതിയിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിൽ നിങ്ങളുടെ കഴിവൊക്കെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു ലെവലിലേക്ക് ലൈഫ് കൊണ്ടുവരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങളൊരു കഴിവിനെ ഒരു വരുമാന മാർഗമാക്കി കൊണ്ടുപോകാനും നിങ്ങൾക്ക് പറ്റും. നല്ല രീതിയിൽ സാമ്പത്തികം ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. ചിലവർക്ക് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ അവരുടെ ലൈഫിന്റെ എന്താ പറയാ ഒരു മധ്യഭാഗം കഴിയുമ്പോൾ ലൈഫിൽ നിന്ന് അവരൊന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കിനാ കുട്ടികളെല്ലാം പഠിക്കാനോ വിദേശത്തോ അല്ലെ കല്യാണം ഒക്കെ കഴിഞ്ഞ് പോയി ഒന്ന് ഫ്രീ ആകുന്ന സമയമായിരിക്കാം അവരുടെ ലൈഫിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത്. അതുവരെ അവരെ ശ്രദ്ധിക്കത്തേയില്ല. അവരുടെ ആ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ജീവിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പൊ ഇനിയാണ് അവർക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ആ ഒരു സിറ്റുവേഷന് വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവര് പക്ഷെ അവർക്ക് ഇനി ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെ ഹീല് ചെയ്യുക, അവർക്കും അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒരുപാട് മറ്റുള്ളവരെ ഹീല് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരുപാട് മനോഭാവമുള്ളവരുണ്ടാവാം. അനാഥരായവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ ആശ്വാസം കൊടുക്കണം, മറ്റുള്ളവരെ ഹീല് ചെയ്യണം. അങ്ങനെ ഒരു ഡിവൈൻ കണക്റ്റഡ് ഒരു സന്യാസി അല്ലെ സന്യാസിനി മൂഡില് ജീവിക്കുന്ന ഒരു വ്യക്തി. ഇതെല്ലാ പ്രാരാബ്ദങ്ങളും കഴിഞ്ഞിട്ട് ഇനി ലൈഫിലേക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് പുതിയൊരു ലൈഫിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അത് നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും സാധിക്കും.
നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ അതിന്റെ ഓരോരോ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും എന്നത് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊരു സ്റ്റാർ ആവാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ നടക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷനെ മാറ്റി വെക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത്, വളരെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ എന്നുള്ളതാണ്. നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ട് ഉള്ള വ്യക്തികളാണ് കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് വരണമെങ്കിൽ. അപ്പോൾ ചിലവർക്ക് വീണ്ടും പേടി ഉണ്ടാവും, ഭയം ഭയങ്കരമായിട്ടുള്ളൊരു നിങ്ങളെ ഏതൊരു കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ പുറകോട്ട് വലിക്കുന്നത് നിങ്ങളിലുള്ള ഭയമാണ്. ഭയപ്പെടാൻ പാടില്ല. അപ്പം ഭയം എന്നുള്ള ഒരു കാര്യം നിങ്ങളിന്ന് എടുത്തു മാറ്റണം. അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും, ഇവർക്ക് എന്ത് തോന്നും, ഞാൻ ഈ പ്രായത്തിൽ അങ്ങനെ ചെയ്താൽ അവർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ ഞാൻ ഈ പ്രായത്തിൽ ഡാൻസ് ചെയ്താൽ അവർക്ക് എന്ത് തോന്നും, പാട്ട് പാടിയിൽ ഇവർക്ക് എന്ത് തോന്നും, അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങിയാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് സന്തോഷം വരേണ്ട കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാനാവില്ല. നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കുന്നത്, മറ്റാരെയും ഏൽപ്പിക്കാൻ പാടില്ലെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കില്ല, നിങ്ങളുടെ ഹസ്ബൻഡിന്റെയോ കുട്ടികളുടെയോ ഒക്കെ സന്തോഷം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ ഇഷ്ടപ്പെടില്ല, ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിൽ പോയാൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഒരു കാര്യം നടക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരു പരിധി വരെയൊക്കെ മറ്റുള്ളവരെ നമ്മുടെ ലൈഫിലേക്ക് സ്വാധീനിക്കാനായിട്ട് അവസരം കൊടുത്താൽ മതി. അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും ഒരു ബൗണ്ടറി വെക്കുക എന്നുള്ളതാണ്. ആർക്കും നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ ഒരു ബൗണ്ടറി വെക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്ന കാര്യത്തിനും ഒരു ബൗണ്ടറി വെക്കുക. എല്ലാ കാര്യത്തിനും എല്ലാവരുടെ അഭിപ്രായം നോക്കേണ്ടതില്ല. നമ്മൾ തനിയെ തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തനിയെ തീരുമാനം എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നവരെ അകറ്റി നിർത്തുക. നമ്മുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായി അകറ്റി നിർത്തുന്നത് ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു എംപ്രസ് എനർജി, അതായത് എന്തിനും ഒരു സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനും ഒരു ഡിസിപ്ലിനും ആ രീതിയിലൊക്കെ നമ്മുടെ ലൈഫിൽ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ വേണം, മറ്റാരെന്ത് പറഞ്ഞാലും എൻ്റെ ഒരു രീതിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല, ഞാൻ ഇങ്ങനെയാണ്, ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യാം നമ്മുടെ ലൈഫ്. മറ്റാർക്കും നമ്മളെ മാറ്റാനാവില്ല എന്ന രീതിയിൽ. അതായത് നമ്മൾക്ക് നമ്മുടേതായ ഒരു പാതയുണ്ട്, നമ്മുടേതായ ഒരു രീതിയുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റാനുള്ളതല്ല. ആ ഒരു ചിന്താഗതിയിൽ മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ലൈഫ് സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു വിജയമുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ റീഡിങ്ങിൽ പറയാനുള്ളത്. കുറെ കാർഡുകളൊക്കെ ഞാൻ എടുത്തു. കാർഡുകളുടെ മീനിങ്ങും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള മീനിങ് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. കുറെ കാർഡുകൾ എത്തി. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും 100% അത് നടന്നിരിക്കും, കുറച്ച് ഡിലേ ആയാലും. അപ്പൊ ഡിലേ ആകുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് അതിനായിട്ടുള്ള പല സാഹചര്യങ്ങൾ ഒരുക്കുന്നതും കൂടെ ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങളെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളായിരിക്കാം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നത്. അതായത് ഇവിടെ ഡിവൈൻ പവറുള്ള വ്യക്തികൾക്ക്, അത് ദൈവം കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളെ മറ്റുള്ളവരും അകറ്റി ദൈവം അടുപ്പിച്ചിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് നിങ്ങളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോരോ പ്രതിസന്ധികൾ തരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവാം. ഓരോ പ്രതിസന്ധിയും നിങ്ങൾ എങ്ങനെ തരണം ചെയ്യുന്ന യൂണിവേഴ്സ് നോക്കുന്നുണ്ട്, യൂണിവേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അതിനെ തരണം ചെയ്ത് പോകാൻ പറ്റുന്നതുകൊണ്ട് പുതിയ പുതിയ പ്രതിസന്ധികൾ വരും. പക്ഷെ താങ്ങാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി നിങ്ങളുടെ ലൈഫിൽ വരില്ല. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രമേ യൂണിവേഴ്സ് തരൂ. ഇപ്പൊ ഒരു ചെറിയൊരു പ്രതിസന്ധി വന്നാൽ അത് നിങ്ങൾ തരണം ചെയ്യുന്നെങ്കിൽ പിന്നീട് അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ പോകും നിങ്ങൾ. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് വരും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്കറിയാം നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെടും. അപ്പം വിചാരിക്കും അത് കഴിഞ്ഞു പോകുമ്പോൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ, അപ്പം ഇതിനെ ഞാൻ തരണം ചെയ്തില്ല. അപ്പൊ അത് കഴിയുമ്പോൾ അതിനേക്കാൾ വലുത് വരും, യുദ്ധം എങ്ങനെ താങ്ങും. പക്ഷെ അത് കടന്നു പോകുമ്പോഴും നമ്മൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ, അതിനെ ഞാൻ എങ്ങനെ തരണം ചെയ്തെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പൊ അങ്ങനെ ഓരോ പ്രതിസന്ധികൾ വരും. അതായത് പ്രതിസന്ധികൾ തരണം ചെയ്ത് നമ്മൾ
ഇനിയിപ്പോ എന്ത് വന്നാലും എനിക്കൊന്നുമില്ല എന്നൊരർത്ഥത്തിൽ എന്നൊരു രീതിയിൽ എത്തുന്ന ഒരവസ്ഥ വരും. ഇനി ഇതിലും വലുതിനി എനിക്ക് ഇനി എന്ത് വരാൻ ഇനി എനിക്ക് എന്ത് വന്നാലും ഒന്നുമില്ല എന്നൊരു സിറ്റുവേഷനിൽ അപ്പൊ എന്തും സഹിക്കാൻ തയ്യാറാക്കണം. എന്ത് വന്നാലും നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. അത്രമാത്രം നിങ്ങൾ സ്ട്രോങ് ആകുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അത് നിങ്ങളെ അങ്ങനെ പ്രാപ്തരാക്കുന്നെങ്കിൽ, അത് വളരെ കുറച്ചു പേർക്കൊക്കെ അങ്ങനത്തെ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കുന്നത് എന്താണ്? നിങ്ങളിലേക്ക് വലിയ എന്തോ ഒരു മിറാക്കിൾസ് തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വലുതായിട്ട് ദൈവം വിചാരിച്ചിരിക്കുന്ന എന്തോ ഒരു വലിയ കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യൂണിവേഴ്സ് അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പദ്ധതി ഇടുന്നുണ്ട്. അത് ആർക്കൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഈ റീഡിങ്ങിലൂടെ ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പോലും വിചാരിക്കാത്ത എന്തൊക്കെയോ വലിയ വലിയ പദ്ധതികൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ യൂണിവേഴ്സിന് പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിന് പ്ലാൻ ഉണ്ട്. അപ്പൊ അത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അത് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. അതിന് തിരഞ്ഞെടുക്കപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ ഉള്ളതായിരുന്നു ഈ റീഡിങ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് വലുതായിരിക്കും. അപ്പൊ നിങ്ങളുടെ പ്രതിസന്ധികൾ എത്രത്തോളം രൂക്ഷമാണോ അത്രത്തോളം വലുതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മിറാക്കിൾസും. അപ്പോൾ നിങ്ങൾ ആ ഒരു മിറാക്കിൾസിന് വേണ്ടി കാത്തിരിക്കാം. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും സന്തോഷത്തോടു കൂടി അതിനെ തരണം ചെയ്യുക. ഈ ഒരു കാര്യവും എനിക്ക് എന്ത് പ്രതിസന്ധി ആയാലും ഞാൻ അതിനെ തരണം ചെയ്യും. എന്ത് പ്രശ്നമായാലും ഞാൻ അത് സോൾവ് ചെയ്യും. എൻ്റെ കൂടെ ദൈവമുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഉണ്ട്. ആ ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനതെല്ലാം ഈസിയായി തരണം ചെയ്യുന്നുള്ള ഒരു മനോഭാവത്തോടെ ഇരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും യൂണിവേഴ്സ് തരും. അപ്പൊ നിങ്ങൾ എത്രയോ വലിയ വലിയ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും അതിനേക്കാൾ വലിയതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവം തരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ. അപ്പോൾ യൂണിവേഴ്സിന്റെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങളെ കാത്തിരിക്കുക. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വേഗം വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള റീഡിങ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്ന ക്വസ്റ്റ്യൻ ആൻസർ തീർച്ചയായിട്ടും എസ് ആണ്. ശക്തമായിട്ട് ആഗ്രഹിക്കുന്ന എന്തും ലഭിക്കും. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക. ഡിലേ ആവുന്നതിന്റെ കാരണം ഇതാണ്. ഇതിന് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോ എന്റെ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.